السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد. ബഹുമാന്യ സഹോദരങ്ങളെ, ഷിഈ വിഭാഗം 30-ലധികം വിഭാഗങ്ങളുണ്ട് എന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിൽ ഏറ്റവും അപകടകാരികളായ 2 വിഭാഗം, ഒന്ന് ഉലാത്ത് തന്നെ 11 വിഭാഗങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അവർ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് മുസ്ലിം വിഭാഗങ്ങളാണ് എന്ന് പുറത്ത് പറയുന്നുണ്ടെങ്കിലും ഇസ്ലാമിൻ്റെ ബൗണ്ടറിയിൽ നിന്നിട്ട് പുറത്തു പോയവരാണ് ഈ 11 തരം ഗുലാത്തും. അതുപോലെ ഇസ്മായിലി വിഭാഗം ബാത്തിനിയ വിഭാഗമാണ്. ഇസ്ലാമിൻ്റെ ബൗണ്ടറിയിൽ നിന്നിട്ട് പൂർണ്ണമായും പുറത്താണ് അവർ. പക്ഷെ അവരത് സമ്മതിക്കില്ല. ബിദ്അത്ത് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കുഫർ വരുന്ന ബിദ്അത്താണ് ഇസ്മായിലി വിഭാഗങ്ങളുടേതും ഉലാത്തുകളുടേതും. ഇന്ന് ഇസ്മായിലികളെ ചെറുതായൊന്ന് പരിചയപ്പെടാം. എന്താണ് ഈ ഇസ്മായിലി എന്ന് പറയുന്നത്? 5 ഷിയ ഗ്രൂപ്പുകളിൽപ്പെട്ട അൽ ഇമാമിയ എന്ന വിഭാഗം. ഈ അൽ ഇമാമിയ എന്ന വിഭാഗത്തിന് 6 ഗ്രൂപ്പുകളുണ്ട്. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഇസ്നൈ അശ്രിയ എന്ന് പറയുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു, ഇമാം അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തുടങ്ങി ക്രമാനുഗതമായി മുഹമ്മദ് ബിൻ ഹസനുൽ അസ്കരി എന്ന ആളിൽ ചെന്ന് അവസാനിക്കുന്ന 12 ഇമാമുകളെ അംഗീകരിക്കുന്ന ഇസ്നൈ അശ്രിയ. ഈ ഇസ്നൈ അശ്രിയ വിഭാഗത്തിൽ നിന്നിട്ട് പിരിഞ്ഞുണ്ടായ ഒരു വിഭാഗമാണ് ഇസ്മായിലിയ. അപ്പൊ ഇമാമിയ വിഭാഗത്തിൽപ്പെട്ട ഇസ്നൈ അശ്രിയയിൽപ്പെട്ട ഒരു പ്രത്യേക വിഭാഗമാണ് ഇസ്മായിലികൾ. ബഹുമാനപ്പെട്ട മൂസൽ കാളിം റളിയല്ലാഹു തആല അൻഹു ആണ് 12ാം ഈ ഇസ്നൈ അശ്രിയ വിഭാഗത്തിന്റെ 7ാമത്തെ ഇമാമ്. ജാഫർ സ്വാദിഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് 2 മക്കളുണ്ടായിരുന്നു. ഒരു മകൻ ബഹുമാനപ്പെട്ട മൂസൽ കാളിം റളിയല്ലാഹു തആല അൻഹു, നമ്മളെ ബുഖാരി സാദാത്യങ്ങളുടെയൊക്കെ ഉപ്പാപ്പയായിട്ട് അറിയപ്പെടുന്ന മൂസൽ കാളിം റളിയല്ലാഹു തആല. മറ്റൊരു മകൻ ഇസ്മായിൽ ഇബ്നു ജാഫർ സ്വാദിഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പുത്രൻ ഇസ്മായിൽ. ജാഫർ സ്വാദിഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇസ്മായിൽ എന്നവർ വഫാത്തായത് കൊണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇമാമ് അല്ല എന്ന് ഇവരിൽപ്പെട്ട ഭൂരിപക്ഷം പറയുകയും മഹാനായ ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന സമയത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന മൂസൽ കാളിം റളിയല്ലാഹു തആല അൻഹു ആണ് ഇമാമ് എന്നും പറയുന്നവരാണ് ഇസ്നൈ അശ്രിയക്കാർ. മൂസൽ കാളിമിനെ ഇമാമായി അംഗീകരിക്കാതെ ഈ ഇസ്മായിൽ ഇബ്നു ജാഫർ എന്നവരെ ഇമാമായി അംഗീകരിക്കുന്നവർക്കാണ് ഇസ്മായിലി വിഭാഗം എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത്. ഇസ്മായിലി എന്നിവരുടെ നേതാവാവുന്ന ഇസ്മായിൽ ഇബ്നു ജാഫർ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ ഇവരുടെ അടിസ്ഥാന ശാസ്ത്രം, ഷിയാക്കളുടെ എല്ലാ വൈകല്യങ്ങളും അവർക്കും ഉണ്ട്.
ഇസ്മായിലികൾക്കുണ്ട്. പ്രത്യേകമായിട്ട് ഇവർ അടിസ്ഥാനമാക്കുന്നത് ഗ്രീക്ക് തത്വശാസ്ത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചു എന്ന തത്വത്തെ അവർ അംഗീകരിക്കുന്നില്ല. മറിച്ച് ഒരുവനായ അല്ലാഹു സർവർത്ഥത്തിലും ഒരുവനായതുകൊണ്ട് അവൻ സൃഷ്ടിക്കുന്ന സൃഷ്ടി ഒരു സൃഷ്ടി ഉണ്ടാകാൻ പാടുള്ളൂ. ഫർദ് മുത്തലഖിൽ നിന്നിട്ട് ഫർദേ ഉണ്ടാവൂ എന്ന തെറ്റായ ഒരു അബദ്ധധാരണ ഇവർക്കുണ്ട്. അങ്ങനെ അഖൽ അവൽ എന്ന് പറയുന്ന ഈ യൂനാനി തത്വശാസ്ത്രക്കാർ പ്രചരിപ്പിക്കുന്ന അഖൽ അവൽ എന്ന പേരിൽ ഒരു സൃഷ്ടിയെ മാത്രമാണ് അല്ലാഹു സൃഷ്ടിച്ചത്. ബാക്കി സകല ചരാചരങ്ങളെയും ഈ അഖൽ അവൽ മുഖേന തുടർന്നു വരുന്ന അഖലുകളാണ് സൃഷ്ടിച്ചത്. അപ്പോ അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, എല്ലാ വസ്തുക്കളെയും അല്ലാഹു തമ്പുരാനാണ് സൃഷ്ടിച്ചത് എന്ന തത്വത്തെ പിഴച്ച ഇൽമുൽ കലാമിൻ്റെ തത്വശാസ്ത്രം കൂട്ടിക്കുഴച്ച് ഖുർആന്റെ നസ്സായ ഖാലിഖു കുല്ലി ഷൈഇൻ എന്നതിനെ നിഷേധിച്ച് അള്ളാഹു ആകെ പടച്ചത് അഖൽ അവൽ എന്ന് പറയുന്ന ഒരു സാധനത്തെ മാത്രമാണെന്നും ബാക്കി ആ അഖലവലും അഖലവലോട് ചേർന്ന് വരുന്ന ബാക്കി അഖലുകളുമാണ് സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ. അത് തന്നെ ഇസ്ലാമിൽ നിന്നിട്ട് പുറത്തു പോകാൻ എല്ലാ അർത്ഥത്തിലും മതിയാവും. കാരണം ഖുർആന്റെ നസ്സിന്റെ എതിരാ. ഗ്രീക്ക് തത്വശാസ്ത്രമാണ് ഇവിടെ ബാത്തിനികളുടെ മൊത്തം അടിസ്ഥാനം. അത് ഇസ്ലാമുമായി ഒത്തുപോകാൻ ഒരു നിവൃത്തിയുമില്ല. എന്നാ പിന്നെ നമ്മൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അയിമ്മത്തും ഇൽമുൽ കലാം എടുത്തിട്ടുണ്ടല്ലോ, ശരിയാണ്. പക്ഷേ ആ ഇൽമുൽ കലാം ഇവർ ദുരുപയോഗം ചെയ്ത് മുസ്ലിം ഉമ്മത്തിൽ പ്രചരിപ്പിക്കുകയും അതിനെ ഇസ്ലാമിന് മുള്ളു കൊളുത്തിയാൽ കാലിന് മുള്ളുത്തിയാൽ മുള്ളുകൊണ്ട് മുള്ളെടുക്കുക എന്ന് പറയുന്ന ഒരു ന്യായം ഉണ്ടല്ലോ. ഇൽമുൽ കലാമിലൂടെ ഇസ്ലാമിൻ്റെ ആശയത്തെ വികലമാക്കാനും ബാത്തിലാക്കാനും വേണ്ടി ബാത്തിനിയ വിഭാഗം ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്ക് അതിന് മറുപടി പറയാൻ നിർബന്ധിതരായി. അപ്പൊ ആ ഇൽമുൽ കലാമിലൂടെ തന്നെ വേണമല്ലോ മറുപടി പറയാൻ. ഇൽമുൽ കലാമിലൂടെ ഇസ്ലാമിനെ എതിർക്കുന്നവരെ ഇൽമുൽ കലാമിലൂടെ വേണം മറുപടി പറയാൻ. അതിന് അവരെന്ത് ചെയ്തു? ഗ്രീക്ക് തത്വശാസ്ത്രത്തെ ഉടച്ചു വാർത്ത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാകുന്നതിനെ മുഴുവനും ബാത്തിലാക്കി ഇസ്ലാമിൻ്റെ അഖീദക്കും തത്വങ്ങൾക്കും എതിരല്ലാത്ത നിലക്ക് അതിനെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് ഒരു ഇസ്ലാമി ഇൽമുൽ കലാം ഉണ്ടാക്കി. അല്ലാതെ പഴയ ഇൽമുൽ കലാം അങ്ങനെ ഏറ്റെടുത്ത് വെച്ച ഈ ബാത്തിനി വിഭാഗം മാത്രം. അങ്ങനെ ഇസ്ലാമിൻ്റെ അഖീദക്കും അടിസ്ഥാനത്തിനും എതിരുവരുന്ന മുഴുവൻ ന്യായങ്ങളും ബാത്തിലാക്കി നശിപ്പിച്ച് ഇസ്ലാമുമായി ഒത്തുപോകാൻ പറ്റുന്ന ഇൽമുൽ കലാമിനെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് അതിലൂടെ ഇവരുടെ ഇൽമുൽ കലാമിനെ എതിർത്ത് തോൽപ്പിക്കുകയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാവ് ചെയ്യുന്നത്. ഇത് ഒരൊറ്റ നോട്ടത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ എന്ന തത്വത്തെ തന്നെ മാറ്റിമറിച്ചവരാണ്. പിന്നെ അള്ളാഹുവിൻ്റെ സിഫാത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടന്നു വരുന്നില്ല. ഈ ഇസ്മായിലി വിഭാഗം ഖുർആനിനെ അള്ളാഹുവിൻ്റെ കലാമായി അംഗീകരിക്കുന്നു. നമ്മളും അംഗീകരിക്കുന്നുണ്ട്, എല്ലാവരും അംഗീകരിക്കണം. പക്ഷേ അതിൻ്റെ ലഫ്ളുകൾ മാത്രം അള്ളാഹുവിൻ്റെ കലാമായി അംഗീകരിക്കുമ്പോൾ ഇസ്മായിലി വിഭാഗം ചെയ്യുന്നത് ഈ പറയുന്ന ഖുർആൻ ഫാത്തിഹ സൂറത്ത് തൊട്ട് ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെയുള്ള ഖുർആന് മുഴുവനും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്
പറയുന്നത് പോലെ അതിൻ്റെ ലാഹിറായ പ്രത്യക്ഷാർത്ഥത്തിൽ തന്നെ പറയേണ്ടതും വ്യക്തമായ പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ ഒരിക്കലും അതിൻ്റെ അപ്രത്യക്ഷമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ പാടില്ലാത്തതുമാണ്. നമ്മളെ അഖീദയിൽ പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഇതാ. വല്ലാഹിറു യുഹ്മലു അലാ ലാഹിരിഹി, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പ്രത്യക്ഷ അർത്ഥത്തിൽ തന്നെ അതിനെ വെച്ചു കൊള്ളണം. മാലം യദുല്ല അലൈഹി, ഈ ലാഹിറല്ലാത്ത മറ്റൊരർത്ഥത്തിനാണെന്നതിന് ദലീല് വേണം. എങ്ങനെ? ബുർഹാനുൻ ഖവി, വ്യാഖ്യാനിക്കാൻ പറ്റാത്ത നിലക്ക് ശക്തമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ പ്രത്യക്ഷാർത്ഥത്തിൽ നിന്നിട്ടും മാറ്റിവെക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു നിയമം അഹ്ലുസുന്നത്ത് പറയാൻ കാരണം ഇസ്മായിലികളുടെ ഉൾപ്പെടെയുള്ള ബാത്തിനി വിഭാഗത്തിൻ്റെ കൈകടത്തലാണ്. ഖുർആൻ ലഫ്ള് നമ്മൾ പറയുന്ന ഖുർആൻ തന്നെ, പക്ഷേ അതിന് പറയുന്ന അർത്ഥങ്ങൾ മുസ്ലിങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാതെ, ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത എന്തൊക്കെയോ ചില ദുരർത്ഥങ്ങൾ പറഞ്ഞ് അതാണ് ഖുർആൻ ഉദ്ദേശിക്കുന്നത്. നിസ്കാരം എന്ന് പറയുന്നത് 5 വഖത്ത് കഅബ ഷരീഫിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ചെയ്യുന്ന ഈ ഖവാത്തല്ല നിസ്കാരം എന്ന് പറയുന്നത്. അത് അവരുടെ ഇമാമുകളിൽപ്പെട്ട ഒരു പ്രത്യേക ഇമാമാണെന്നും ആ ഇമാമിനെയാണ് യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ടത് എന്നും. ഇതിൽ കുറെ 5 ഭാവം പറയും. ഇതിൽ ബോറകളുടെ ഇമാമ് ബോംബെയിൽ മറമാടപ്പെട്ട ഒരു മനുഷ്യനുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞാണ് നിസ്കരിക്കേണ്ടത്. ഈ പറയപ്പെട്ട ബോറ ഇമാമാണ് ഈ സലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ പറയുന്നു. ഇങ്ങനെ നിസ്കാരത്തിനെയും നോമ്പിനെയും സക്കാത്തിനെയും ഹജ്ജിനെയും എല്ലാം ദുർവ്യാഖ്യാനം ചെയ്ത് മുസ്ലിങ്ങൾക്ക് പരിചയമുള്ള ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ജീവിച്ച് കാണിച്ചു തന്ന പരിശുദ്ധമായ സുന്നത്തിനെ ആദ്യവസാനം അവർ തള്ളിക്കളയുന്നു. ഇനി അവർ പറയാ അവരുടെ ഇമാമുകളിലൂടെ റിവായത്ത് ചെയ്യപ്പെട്ടതല്ലാത്ത ഒരൊറ്റ ഹദീസും സ്വീകാര്യമല്ല. അപ്പൊ നമ്മൾ സാധാരണ പ്രമാണമായി പറയുന്ന സിഹാഹ് സുത്ത വിട്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അരികെ സ്വീകാര്യമായ ഹദീസ് കിതാബുകളൊന്നും അവർക്ക് സ്വീകാര്യമല്ല. ഞാൻ അതൊക്കെ സ്വഹാബ കിറാമോൾ റിവായത്ത് ചെയ്തതാണ്. സ്വഹാബുകളൊക്കെ എല്ലാ ഷിയാക്കളും വിശ്വസിക്കുന്നത് പോലെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി 3 അല്ലെങ്കിൽ 4 സഹാബത്ത് ഒഴിച്ച് ബാക്കി എല്ലാവരും കാഫറായി പോയിട്ടുണ്ട്. അതുകൊണ്ട് സഹാബത്തിന്റെ റിപ്പോർട്ട് ഒന്നും സ്വീകാര്യമല്ല. രണ്ടാമത് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഗർബലയിൽ ഷഹീദായതോടുകൂടി വീണ്ടും മുസ്ലിം ലോകം ഒന്നിച്ച് കാഫറായി. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം സഹാബത്തും മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഷഹാദത്തിന് ശേഷം സഹാബത്ത്, അന്ന് ജീവിച്ചിരിക്കുന്ന സഹാബത്തും താബിഈങ്ങളും ഒക്കെ ഇസ്ലാം എന്ന് പുറത്തുപോയി കാഫറായി. അതോടൊന്നും ഹദീസോ ഖുർആനോ ഒന്നും സ്വീകാര്യമല്ല. സ്വീകരിക്കണമെങ്കിൽ അവർ പറയുന്ന ഇമാമുകളിൽ നിന്ന് റിപ്പോർട്ട് കിട്ടണം. ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ലക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് കാണിച്ചു തന്ന് ബഹുമാനപ്പെട്ട സഹാബത്ത് ലോകത്ത് പ്രചരിപ്പിച്ച യഥാർത്ഥ ഇസ്ലാം, ആ ഇസ്ലാം അല്ല, അത് കുഫറാണ് എന്ന് വരുത്തി ഇസ്ലാമിനെ പാടെ നശിപ്പിക്കലാണ് ഇവരുടെ ലക്ഷ്യം. പക്ഷെ അത് ഒറ്റടിക്കാണ്ട് പറയില്ല. പടിപടിയായി അതിന് ചില ഉപാധികളൊക്കെ വെച്ച് ക്രമേണ അത് വരുള്ളൂ. ഇതിൻ്റെ പ്രബോധകന്മാരായ ഉലമാക്കള് അവരെ പറ്റി പണ്ഡിതന്മാര് സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുണ്ട്.
അൽ ഇസ്മായിലിയത്തു ദുആത്തുഹും സനാദിഖ വഅവാമുഹും റാഫിള. നേതാക്കന്മാര് ഉലമാക്കന്മാർ മുഴുവനും സിന്ദീഖുകളാണ്. സിന്ദീഖ് എന്ന് പറഞ്ഞാൽ മുനാഫിഖ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന മുനാഫിഖുകൾക്ക് മുനാഫിഖ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞതിന് ശേഷം വരുന്ന മുനാഫിഖുകൾക്ക് പറയുന്ന പേരാണ് സിന്ദീഖ് എന്ന്. സിന്ദീഖ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഇസ്ലാം അഭിനയിക്കുകയും ഉള്ളിൽ കുഫ്രിയത്ത് മറച്ചു വെക്കുകയും ചെയ്യുന്നവർക്കാണ് സിന്ദീഖ് എന്ന് പറയാം. അതിന് തന്നെയാണ് മുനാഫിഖ് എന്നും പറയാം. സഹാബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സിന്ദീഖ് എന്ന പേരിൽ അറിയപ്പെടാറില്ല, മുനാഫിഖ് എന്നുള്ളത്. പിന്നീട് വന്നിടത്ത് മുനാഫിഖ് എന്നല്ല പറയാ, സിന്ദീഖ് എന്ന്. രണ്ടും സാധനം ഒന്ന് തന്നെ. അപ്പൊ ഇവരുടെ യഥാർത്ഥ പ്രബോധകന്മാരായ ഇവർക്ക് ഷർത്തുകളൊക്കെ ഉണ്ട്. ഈ പ്രബോധകന്മാർ മുഴുവനും ഇസ്ലാമിൻ്റെ കടുത്ത ശത്രുക്കളും ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയവരുമാണ്. പക്ഷേ അനുയായികൾക്ക് അതറിയില്ല. അവര് ഷിയാക്കളാണ്. ഷിയാക്കളുടെ കൂട്ടത്തിൽ റാഫിള എന്ന് പറയും. റാഫിള എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഈ 3 ഖലീഫമാരും അഹ്ലു ബൈത്തിനോട് ദുൽമ് ചെയ്ത, അന്യായം ചെയ്ത അക്രമികളാണെന്നും അവര് മുഴുവൻ ബാത്തിലിന്റെ അഹ്ലുകാരാണെന്നും അവർ അഹ്ലു ബൈത്തിന് അവകാശപ്പെട്ട ഹക്കിനെ തട്ടിക്കളഞ്ഞവരാണെന്നും അവർ ളാലിമീങ്ങളാണെന്നും ഉള്ള വിശ്വാസം. അല്ലാതെ സഹാബത്ത് ഒന്നായിട്ട് കാഫറായിട്ടുണ്ടെന്നും ഈ ഇസ്ലാമൊന്നും ഇസ്ലാമല്ല എന്നും ഒറ്റടിക്ക് അവർ പറയില്ല, സാധാരണക്കാർ. പക്ഷേ അവരുടെ ഉദ്ദേശം അതാണ്, പ്രബോധകന്മാരുടെ രീതി അങ്ങനെ. ഞാൻ നീട്ടി പറയുന്നില്ല, പെട്ടെന്ന് തീർക്കും. 5 ഗ്രൂപ്പാണ് ഇസ്മായിലി വിഭാഗം. 5ഉം അപകടകാരികളാണ്. ഇവരുടെ ആശയം യഥാർത്ഥത്തിൽ യഹൂദിയത്തിൽ നിന്ന് വന്നതിലേറെ മജൂസിയത്തിൽ നിന്നാണ് കടമെടുക്കപ്പെട്ടത്. പേർഷ്യൻ സാമ്രാജ്യം മജൂസികളായിരുന്നുവല്ലോ. ഇരുട്ടും വെളിച്ചവുമാവുന്ന 2 ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന മജൂസികൾ, അഗ്നിയെ ദൈവമായി ആരാധിച്ചിരുന്നവർ, അവര് തകർക്കപ്പെടുകയും അവരുടെ രാജവംശം എന്നേക്കുമായി ലോകത്തുനിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടുകയും ഇസ്ലാമിനെ അവലംബിക്കൽ നിർബന്ധിതമാവുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അവരെല്ലാവരും ഇസ്ലാമിലേക്ക് വന്നു. സാധാരണക്കാരൊക്കെ സാധാരണക്കാർ, മുസ്ലിമായി അവർ മുസ്ലിമായി ജീവിച്ചു മരിച്ചവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ പൂർവകാലത്ത് അവരുടെ മതങ്ങളിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരും അധികാരികളും സ്ഥാനീയരുമായ ആളുകൾക്ക് ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രത്യേകത കിട്ടൂലല്ലോ. അവരുടെ ഉള്ളിൽ ഇസ്ലാമിനെ നശിപ്പിക്കുക എന്ന അജണ്ട, അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അവർ പല മാർഗങ്ങളും ആസൂത്രണം ചെയ്തു. ആ കൂട്ടത്തിൽ ഈ ഇസ്മായിലികൾ ആശയം ഉൾക്കൊള്ളുന്നത് ഈ മജൂസി ഇസ്ലാം വിരോധികളിൽ നിന്ന് കൂടിയാണ്. തന്നെയല്ല, അവരൊക്കെ ഭീകരവാദികളുമാണ്. അത് നീണ്ട ചരിത്രമാണ്, അതൊന്നും പറയാൻ സമയമില്ല. 5 വിഭാഗമായിട്ട് ഇവർ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തത് അൽ ഖറാമിത്ത, ഇസ്മായിലിയത്തുൽ ഖറാമിത്ത. അത് തന്നെ പറഞ്ഞാൽ ഒരു 5 ദിവസം അത് പറയാണ്ട്. ഖറാമിത്തക്കാർ മുസ്ലിങ്ങൾക്ക് വരുത്തി വെച്ച മഹാ അപകടങ്ങൾ. ഖറാമിത്ത വിഭാഗം സൈനികമായി സംഘടിക്കുകയും അവരുടെ നേതാവ് സ്വയം രാജാവായി പ്രഖ്യാപിക്കുകയും അങ്ങനെ ആ രാജാവിൻ്റെ കീഴിൽ അവർ ചെയ്തു കൂട്ടിയ അക്രമങ്ങൾക്ക് കണക്കില്ല. അതിൽപ്പെട്ട ഒന്നാമത്തെ ആള് അബ്ദുല്ലാഹിബ്നു മൈമൂനുൽ ഖദ്ദാഹ്. അബ്ദുല്ലാഹിബ്നു മൈമൂനുൽ ഖദ്ദാഹ് എന്ന് പറയുന്ന
അക്രമി എന്ന് പറഞ്ഞാൽ പോലെ എന്താണ് അയാളെ പരിചയപ്പെടുത്തേണ്ടത് എന്ന് എനിക്കറിയില്ല. അത്രയും ഗുരുതരമായി. ഹിജ്റ 260 ഖദ്ദാഹ് പ്രത്യക്ഷപ്പെടുന്നത്. ഇയാളാണ് ഇവരുടെ പ്രധാനപ്പെട്ട നേതാവ്. 260 ജനിച്ച, പാരീസിലാണ് അദ്ദേഹം ജനിച്ചത്. പാരീസ് പറഞ്ഞാൽ നമ്മളെ ഇവരുടെ പാരീസ്. മറ്റൊരാള് ഫർജ് ബിൻ ഉസ്മാനുൽ ഖാശാനി, അദ്ദേഹം ഇറാഖിലും ഒരേ സമയത്ത്. സ്വാഭാവികമായും അബ്ബാസി ഖിലാഫത്ത് കുറച്ച് ശക്തി കുറഞ്ഞ് നാട്ടുരാജ്യങ്ങൾ സ്വാധീനം ചെലുത്തി പരസ്പരം യുദ്ധം ചെയ്ത് ചത്തും കൊന്നും നടക്കുന്ന അബ്ബാസി ഖിലാഫത്തിന്റെ ദൗർബല്യത്തിന്റെ കാലത്താണ് ഇവര് പ്രത്യക്ഷപ്പെട്ടു വരുന്നത്. ഖലീഫയായിട്ട് അബ്ബാസി ആണെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ നാട്ടുരാജാക്കന്മാർ കണ്ടത് കൂട്ടുന്ന കാലം. ഇവര് ജനങ്ങളെ ഈ ബാത്തിനി മദ്ഹബിലേക്ക് അവരുടെ പണ്ഡിതന്മാരും പണവും ആയുധവും ഉപയോഗിച്ച് തലസ്ഥാനത്തിന്റെ ദൂരദിക്കുകളിലുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെ സംഘടിപ്പിച്ച് പരിശീലിപ്പിച്ച് എവിടെ വരെ എത്തി? പരിശുദ്ധമായ ഹറം ഷരീഫ്, ഇവരുടെ മൂന്നാമത്തെ നേതാവാവുന്ന സുലൈമാൻ ഇബ്നു ഹസനുൽ ബഹ്റാം 30 കൊല്ലം രാജാവായി ഭരിച്ചിട്ടുണ്ട്. അയാൾ അബു ത്വഹിർ എന്നാണ് വിളിക്കുക. പക്ഷേ ആ പേര് അയാൾക്ക് വിളിച്ച് നമുക്ക് ഉദ്ധരിക്കാൻ കൂടി പറ്റൂല. ഇദ്ദേഹത്തിന്റെ കാലത്ത് അബ്ബാസി ഖലീഫമാരെ നിഷ്പ്രഭമാക്കി എന്നല്ല, ഹജ്ജിന് വന്ന ഹാജിമാർ പരിശുദ്ധമായ മക്ക ഇഫാദത്തിന്റെ തവാഫിന് വന്ന സമയത്ത് ഇയാളും പട്ടാളക്കാരും ഹറം ഷരീഫിൽ മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിൽ നിന്ന് വാതിലടച്ച് ആയിരക്കണക്കായ ഹാജിമാരെ വെട്ടിക്കൊന്ന് മസ്ജിദുൽ ഹറാം തളങ്കെട്ടി നിൽക്കുകയാണ് രക്തം കൊണ്ട്. ഹജറുൽ അസ്വദ് സ്വന്തം കയ്യിലുണ്ടായിരുന്ന ദുബൂസ് എന്ന് പറയുന്ന ആയുധം കൊണ്ട് കുത്തിപ്പറിച്ചെടുത്തു. മസ്ജിദുൽ ഹറാമിലേക്ക് കടന്നു വരുന്നവരെ മുഴുവനും നിർദാക്ഷിണ്യം കൊന്നു. എന്നിട്ട് അയാൾ വെല്ലുവിളിച്ചു, വമൻ ദഖലഹു കാന ആമിന. ഖുർആൻ പറയുന്നില്ലേ? എടോ, സുന്നികളെ വിളിച്ചിട്ടായിരിക്കണം, എടോ നിങ്ങൾ ഖുർആൻ പറയുന്നില്ലേ? വമൻ ദഖലഹു കാന ആമിന, ഹറമിൽ ഒരാൾ പ്രവേശിച്ചാൽ അവൻ നിർഭയനാണ്, സുരക്ഷിതനാണ് എന്നല്ലേ നിങ്ങളെ ഖുർആൻ പറയുന്ന? ആ ഖുർആൻ കളവാണ്. കണ്ടോ? ഹറമിലല്ല, മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിൽ കിടന്ന ആയിരങ്ങൾ തലയറ്റ് രക്തം ചിന്തി, പള്ളിയുടെ ഉള്ളിൽ രക്തം തളം കെട്ടി കബന്ധങ്ങളായി നിറഞ്ഞിരിക്കുന്നു പള്ളി. എവിടെ നിങ്ങൾ പറഞ്ഞ അന്ന്? ഖുർആൻ കളവ് പറയാണ്. കഅബ ഷരീഫിന്റെ എല്ലാ ഹറമിൽ പ്രവേശിച്ചാൽ അവൻ നിർഭയനാണ്, സുരക്ഷിതനാണ്. എവിടെ നിർഭയത്വം? എവിടെ സുരക്ഷിതത്വം? അപ്പോ ആവശ്യക്കാരനായ ഒരു പണ്ഡിതൻ പറഞ്ഞു, മറുപടി ഞാൻ പറയാം, പക്ഷെ എനിക്ക് എന്ത് വേണം? പറയാനുള്ള അനുമതി വേണം, അതിൻ്റെ പേര് ശിക്ഷ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞോളിയാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ വിചാരിച്ചതല്ല ഇതിനർത്ഥം. ഒരു മനുഷ്യൻ ഹറമിൽ പ്രവേശിച്ചാൽ അവന്റെ ദേഹത്തിനും ധനത്തിനും മാനത്തിനും നിങ്ങൾ സുരക്ഷിതത്വം കൊടുക്കണം എന്ന കൽപ്പനയാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം. അതാണ് നീ നശിപ്പിച്ചത്. ഇവിടെ കടന്ന ആമീനാകും എന്നല്ല, ഹറമിൽ പ്രവേശിച്ചവൻ ആരായാലും അവന് നിങ്ങൾ അമ്ന് കൊടുക്കണം, സുരക്ഷിതത്വം കൊടുക്കണം, അവന് നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന കൽപ്പന
ഖബർ പറഞ്ഞ് ഇൻഷാ മുറാദാണ്, ഇനി ഇയാളൊന്നും മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഹജറുൽ അസ്വദ് കുത്തിപ്പറിച്ചെടുത്ത് അത് കുറെ ഭാഗം പൊട്ടീണ്. ഇതുമായി അയാളെ നാട്ടിലേക്ക് പോയി. 30 കൊല്ലത്തോളം മുസ്ലിം ലോകം പരിശുദ്ധ കഅബ ഷരീഫിനെ ഹജ്ജ് ചെയ്തതും ഉംറ ചെയ്തതും ഹജറുൽ അസ്വദ് ഇല്ലാത്ത കഅബ ഷരീഫാ. അങ്ങ് ഇവരാ ഇസ്മായിലികളിൽപ്പെട്ട കറാമിത്ത. ഒന്ന്, കറാമിത്തകൾക്ക് തന്നെ വ്യത്യസ്ത നേതാക്കന്മാരും വിവിധ പ്രദേശങ്ങളും ഉണ്ട്. എല്ലാം ഒന്നൊന്നിന് മെച്ചാണ് ഈ അക്രമത്തിന്റെ വിഷയത്തിൽ. ഇറാഖിലുള്ള ഇവരുടെ നേതാവാവുന്ന ഖാശാനിയുടെ നേതൃത്വത്തിൽ മക്ക ഷരീഫിന്റെയും ഇറാഖിന്റെയും ഇടയിലുള്ള മെയിൻ റൂട്ട് അവർ ഉപരോധിച്ചു. ഇറാഖ് പ്രദേശത്ത് നിന്ന് ഒരൊറ്റ മുസ്ലിമായ മനുഷ്യൻ ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ട് മക്കയിലെ റോട്ടിൽ പ്രവേശിച്ചാൽ അവനെ കൊള്ള ചെയ്യപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുമായിരുന്നു ഖാശാനിന്റെ നേതൃത്വത്തിൽ. അത് മറ്റൊരാളാണ്. ഇത് അബൂ ത്വാഹിർ ആണെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ അതിക്രമം കാണിച്ച് കൊലപാതകം നടത്തി ഹജറുൽ അസ്വദ് കൊണ്ടുപോയത്. മറ്റേ ഇറാഖിലെ നേതാവാവുന്ന ഖാശാനി ഹജ്ജിനും ഉംറക്കും മക്കയിലേക്ക് പ്രവേശിച്ച ഒരാളെയും ജീവനോടുകൂടെ പോകാൻ അയാൾ സമ്മതിച്ചിട്ടില്ല. കൊല്ലുകയും അവരുടെ കൈവശത്തിലെല്ലാം കൊള്ള ചെയ്യുകയും ചെയ്തു. ഇതിനൊന്നും അടിച്ചമർത്താൻ അബ്ബാസി ഖിലാഫത്തിന് നിവൃത്തിയില്ല. അത്രയും ബലഹീനമാ നാട്ടുരാജാക്കന്മാർ കണ്ടു കൂട്ടുക. ഇവര് ഇങ്ങനെ അവര് എവിടെയൊക്കെ ഉണ്ടോ, ബഹ്റൈനിലുണ്ടായിരുന്നു, ബഹ്റൈനിലും അക്രമം അഴിച്ചുവിട്ട് ആയിരങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ വിശ്വസിക്കുന്നവരെ നിർദാക്ഷിണ്യം കൊല്ലുക എന്നത് ഈ ഖറാമിത്തത്തിന്റെ പ്രത്യേക അടയാളമായിരുന്നു. ഇവർക്ക് എങ്ങനെ ആളെ കിട്ടുന്നത്? അതാണ് രസം. കൂട്ടർക്ക് ആളെ കിട്ടണമല്ലോ. ആളെ കിട്ടുന്നത് ദീനുള്ളവരല്ല. അവരുടെ മാർഗം, അവരിലേക്ക് ആളടുപ്പിക്കാനുണ്ടായിരുന്ന അവരുപയോഗിച്ച അന്നത്തെ മാർഗം, അവരുടെ അനുയായികളായി വരുന്നവരെല്ലാവരും സ്വത്ത് എല്ലാവർക്കും തുല്യ അവകാശമാണ്. ഒരാൾ 100 കോടിയുടെ ഉടമയാണ്, ഒരാൾ 100 രൂപന്റെ ഉടമയാണ്, ഒരാൾക്ക് ഒന്നുമില്ല. എങ്കിൽ ഈ ഖറാമിത്ത വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികൾക്ക് അവരുടെ സ്വത്തെല്ലാം തുല്യമാണ്. അതിന് ഇവരുടെ നേതാവ് പ്രചരിപ്പിച്ചു, നിങ്ങളുടെ സ്വന്തമായി എൻ്റെ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുത്ത മുഴുവൻ ആളുകളും അവരുടെ സ്വത്ത് എല്ലാവരും ഒരുമിച്ച് കൂട്ടിക്കൊള്ളണം. എന്നിട്ട് എല്ലാവരും അവരവരുടെ ആവശ്യത്തിനെടുക്കണം. ഇല്ലാത്തവനെന്നോ ഉള്ളവനെന്നോ യാതൊരു വേർതിരിവുമില്ല. ഉള്ളവന് കൂടുതൽ എന്തെങ്കിലും എടുക്കാൻ പാടില്ല, ഇല്ലാത്തവന് ഇല്ല എന്നതിൻ്റെ പേരിൽ യാതൊരു കുറവും പാടില്ല. ഒരു ജാതി സോഷ്യലിസം. ഇതാണ് ജനങ്ങളെ, സാധാരണക്കാരെ ആകർഷിക്കാൻ വേണ്ടി. അത് നമ്മളവിടെ കുരൂർ തരീക്കത്തുകാരും അങ്ങനെ തന്നെ ഇതിന്. പക്ഷേ ഒരുമിച്ച് കൂടി ഒരിക്കലും വെക്കുകയല്ല, ഒക്കെ ഷെയ്ഖിന്റെ മേലെ എഴുതി കൊടുക്കുകയാണ്. സ്വത്ത് ഷെയ്ഖിന്റെ മേലെ എഴുതി കൊടുക്കുക, രജിസ്റ്ററാക്കി കൊടുക്കുക, സ്വർഗം കൊടുക്കുക എന്ന് ഷെയ്ഖ് വാഗ്ദാനം ചെയ്യുക. അങ്ങനെ സ്വത്ത് കൊടുത്തുകൊണ്ടാണ് ഒരുപാട് ആളുകൾ പിന്നെ ബില്ല് വന്ന് നിശ്ചിത പരിധിൻ്റെ അപ്പുറം ഒത്തുണ്ടായ ഗവൺമെന്റ് പിടിച്ചെടുക്കും എന്ന് കണ്ടപ്പോ ഇവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. എങ്ങനെ? കൊല്ലത്തിൽ ഒരു നിശ്ചിത സംഖ്യ പാട്ടമായി ഷെയ്ഖിന് കൊടുക്കണം എന്ന വ്യവസ്ഥയിൽ സ്വന്തം സ്വത്ത് തിരിച്ചെഴുതി കൊടുത്തു. ഇവിടുത്തെ പ്രത്യേക നിയമം വന്നുകൊണ്ട് ഇതാ ഇങ്ങനെ സ്വത്തൊരുമിച്ച് കൂട്ടി എല്ലാവർക്കും തുല്യമാണ്. അത് ആളുകൾ നല്ലോണം ആകർഷിച്ചു. ഇസ്ലാമിന്റെ നിയമത്തിനെതിരാണല്ലേ. ഏതായാലും ആട്ടെ, സ്വത്ത് എല്ലാവർക്കും തുല്യ അവകാശമായി എന്ന് വാദിച്ചുകൊണ്ട് നിർത്താതെ അടുത്ത വിജയം, പെണ്ണിനും തുല്യാവകാശമാണ്. കമ്മ്യൂണിസ്റ്റുകാർ പറയാറില്ലേ, സ്വത്തും പെണ്ണും രാഷ്ട്രത്തിന്റെ മുതലാണ്, രാഷ്ട്രത്തിന്റെ മുതലാണ്. ഇവിടെ ഇവരുടെ ഇമാമിന്റെ മുതലാണ്. ഇത് പക്ഷേ എന്നും നടക്കൂല. സ്വത്ത് എന്നും നടക്കുന്നുണ്ടെങ്കിലും കൊല്ലത്തിൽ ഒരു ദിവസം അതിന് ഇവരുടെ അബൂ സയ്യിദുൽ ജന്നാബി എന്ന് പറഞ്ഞിട്ട്
ബഹ്റൈനിയിലുണ്ടായിരുന്ന ഇവരുടെ ഒരു നേതാവുണ്ട്, ബഹ്റൈനി ഭരിച്ചിരുന്ന ഇയാള് ഈ രണ്ടാമത്തെ തത്വം, സ്വത്ത് എല്ലാവർക്കും തുല്യാവകാശമാണ് എന്ന് പറയും പോലെ പെണ്ണ് എല്ലാവർക്കും തുല്യാവകാശമാണ് എന്ന തത്വം നടപ്പിലാക്കാൻ വേണ്ടി കൊല്ലത്തിൽ ഒരു ദിവസം നിശ്ചയിച്ചു. ആ ദിവസത്തിന് ഇവർ പറയാ ലൈലത്തുൽ ഇഫാദ എന്ന. ലൈലത്തുൽ ഇഫാദ എന്ന് പറയുന്നത് ഈ രാത്രിയിൽ ഓരോ പ്രദേശത്തുമുള്ള ഇവരുടെ ഇസ്മായിലികളുടെ കറാമിത്ത നേതാവിൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടണം. അതിന് വിശാലമായ പന്തലൊരുക്കിയിട്ടോ അല്ലെങ്കിൽ വിശാലമായ വീടൊരുക്കിയിട്ടോ ഓരോ പ്രദേശത്തുമുള്ള നേതാക്കളുടെ അടികെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടണം. രാത്രി നല്ല പോലെ ഇരുട്ടിയാൽ വിളക്കെല്ലാവരും കെടുക്കുക. വിളക്ക് കെടുത്തിട്ട് ഇഷ്ടമുള്ള സ്ത്രീയും ഇഷ്ടമുള്ള പുരുഷനും അന്ന് നേരം പുലരുന്നത് വരെ ഒന്നിച്ച് ജീവിക്കാം. അത് ആരാണെന്ന് കാണുക വേണ്ട. അതിനുവേണ്ടി ലേറ്റ് അണച്ച് ഇരുട്ടാക്കിയിട്ട് ഏത് പെണ്ണിനെയാണോ ഏത് പുരുഷന് കിട്ടിയത് അവളുമായിട്ട് അന്ന് താമസിക്കുക. ഇവിടെ ബാപ്പ മകള് എന്നോ ഭാര്യ ഭർത്താവ് എന്നോ സഹോദര സഹോദരി എന്നോ യാതൊരു വ്യത്യാസമില്ല. കൊല്ലത്തിൽ ഒരു രാത്രി എല്ലാവർക്കും തുല്യ അവകാശം പെണ്ണ്. ഇതൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ നടത്തിയ മുസ്ലിം രാഷ്ട്രങ്ങളിൽ നടന്നു പോന്ന അക്രമങ്ങളാണ്. അതിൻ്റെ ഒക്കെ പുറമെ അതൊക്കെ പിന്നെ സംഭവിക്കുന്നു. ഇതൊക്കെ കേട്ടാ തോന്നുന്നതൊക്കെ ഉണ്ടായ സംഗതിയാണോ? ശരിക്ക് പൂർണ്ണമായ ഒരു കറാമിത്തി മുഅ്മിനാവണമെങ്കിൽ, അവർ പറയും ഈമാൻ കാമിലാവണമെങ്കിൽ രസകരമായ ഒരു ഷർത്തുണ്ട്. ഒരു അയൽവാസി തൻ്റെ തൊട്ട അയൽവാസിന്റെ വീട്ടിൽ വരുന്നു. വീട്ടിൽ കയറി വന്നിട്ട് ഈ അയൽവാസിയുടെ ഭാര്യയെ അവൻ നോക്കി നിൽക്കുക, അവന്റെ കണ്ണു മുന്നിൽ വെച്ചിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. സ്വന്തം ഭാര്യയെ ഭർത്താവ് നോക്കി നിൽക്കെ അയൽവാസി ബലാത്സംഗം ചെയ്യുന്നു. എന്നിട്ടോ അതല്ല രസം, അതിപ്പോ എപ്പോഴും പലരും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഈ ബലാത്സംഗം ചെയ്യുന്നത് നോക്കി നിൽക്കുന്ന ഇവൻ തൻ്റെ പണി കഴിഞ്ഞ് പോകുമ്പോ വേണ്ടത് ഈ ഭർത്താവായി നോക്കി നിന്ന ഇവന്റെ മുഖത്ത് തുപ്പുകയും പെരടിക്കടിക്കുകയും ചെയ്യണം. ആര്? ഈ സിന ചെയ്തോൻ. ഈ പെണ്ണിന്റെ ഭർത്താവിനെ മുഖത്ത് തുപ്പുകയും അവന്റെ പെരടിക്കടിക്കുകയും വേണം. എന്നിട്ട് പറയും തസബ്ബർ, നല്ലോണം ക്ഷമിച്ചോ, എതിർത്തൊരു കെലിമ പറയരുത്. തകുൻ മുഅ്മിനാ, എങ്കിലേ പൂർണ്ണ മുഅ്മിനാവൂ. ഇങ്ങനെയുണ്ട്. എന്ത് ഈമാനാണത്? ഇതാണ് ഖറാമിത്ത വിഭാഗങ്ങൾ. അവർക്ക് ഇന്നത് ചെയ്തുകൂടൂ എന്നില്ല. അവർ മുസ്ലിം രാജ്യത്തിൽ പല പ്രാവശ്യം പല ഭാഗത്തായിട്ട് ആധിപത്യം സ്ഥാപിക്കുകയും അവരുടെ ഈ അക്രമങ്ങൾ നടത്തുകയും ചെയ്തു. തീർന്നില്ല. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ പെണ്ണ് മാത്രം പോരാ, സ്വവർഗരതിയും അനുവദിക്കപ്പെടുകയാണെങ്കിൽ തരക്കെടിഞ്ഞേന്. ഒരു അമ്രതായ കുട്ടിയോ ഒരു പുരുഷൻ പ്രകൃതി വിരുദ്ധ പ്രവർത്തനത്തിന് ആവശ്യപ്പെട്ടിട്ട് അതിന് വിസമ്മതിച്ചാൽ ആ കുട്ടിയെ കൊല്ലൽ വുജൂബാണ്. ലിവാത്ത് ഹലാലാക്കി കൊടുത്തിട്ട് സ്വർഗഭോഗം അനുവദിച്ചു കൊടുത്തിട്ട് അതിന് വിസമ്മതിക്കുന്ന കുട്ടികളെ കൊന്നുകളയണം. ഈ നിലക്ക് ഇസ്ലാമിനെ കോലം മാറ്റിയ ഇതും ഷിയായിൽപ്പെട്ട ഒരു വിഭാഗമാണ്. അതിനെപ്പറ്റി ഒരുപാട് പറയാണ്ട്, അതൊന്നും ഇപ്പം പറഞ്ഞാൽ ജനങ്ങൾ ഉൾക്കൊള്ളുന്നൊന്നുമില്ല. ഏതായാലും ആട്ടെ, ഞങ്ങൾ അവിടെ നിന്ന് നിൽക്കട്ടെ. രണ്ടാമത്തെ വിഭാഗം, അത് നീണ്ട വിഷയം. അതൊക്കെ ഒരുപാട് കാലം, 2 നൂറ്റാണ്ടോളം മുസ്ലിം രാഷ്ട്രത്തിൻ്റെ പകുതിയിലധികം ഭാഗം ഭരിച്ച വിഭാഗമാണ് ഫാത്തിമി ഇസ്മായിലികൾ. ഇസ്മായിലി വിഭാഗത്തിൽപ്പെട്ട
ഫാത്തിമികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിശദമായി പറയുന്നുണ്ട്, ഞാൻ എനിക്കൊന്നും ഇപ്പം കടക്കാൻ സമയമില്ല. ഇവരുടെ നേതാവ് ഉബൈദുല്ലാഹിൽ മഹ്ദി എന്ന് പറയുന്ന വ്യക്തി, മഹ്ദി എന്നൊക്കെ പറയുമ്പോൾ ഇമാമാണെന്നൊന്നും വിചാരിക്കണ്ട, ഇവരുടെ നേതാവ് ഈ ഇസ്മായിലി വിഭാഗത്തിലെ ഫാത്തിമി വിഭാഗം സിറിയയിലായിരുന്നു കുറെ കാലം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പിടിക്കപ്പെടും എന്ന് കണ്ടപ്പോൾ ഇയാളുടെ ആശയം ഉൾക്കൊള്ളുന്ന ആളുകൾ ആഫ്രിക്കൻ ഭാഗത്ത് ഉണ്ടായിരുന്നു. പിന്നെ വിവരം കുറഞ്ഞ ആളുകളാണ്, ജാഹിലികളാണ്, കാട്ടുമനുഷ്യന്മാർ. അങ്ങനെ സിറിയയിൽ നിന്നും ഇയാൾ രക്ഷപ്പെട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക്, അല്ല, വടക്കൻ ആഫ്രിക്കയിലേക്ക് അയാൾ രക്ഷപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്നു ഇതേ ആശയം പേറുന്ന കത്താമിയൻ എന്ന് പറയുന്ന ഒരു വിഭാഗം. ഇവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ആഫ്രിക്കയിലാണ് ഇയാൾ ഇസ്മായിലി ഫാത്തിമി വിഭാഗത്തിന്റെ ഒരു ഗവൺമെന്റ് രൂപീകരിക്കുന്നത്. ഈ ഉബൈദുല്ലാഹിൽ മഹ്ദിയാണ് അതിൽ ഒന്നാമത്തെ ഖലീഫ. തുനീസിയയിലാണത്രേ ആദ്യം അത് വരുന്നത്. ഹിജ്റ 299 ഇദ്ദേഹത്തിന്റെ അധികാരത്തിൽ തുനീസിയും പരിസര പ്രദേശങ്ങളും ഈ ഫാത്തിമികളുടെ അധികാരത്തിൽ വന്നു. അവരുടെ പിന്മുറക്കാരായിട്ട് അൽ മൻസൂർ ബില്ല, അൽ മുഇസ്സു ലിദീനില്ല തുടങ്ങിയിട്ട് അൽ അസീസു ബില്ല, അൽ ഹാക്കിമു ബി അംരില്ല, അല്ലാഹിറു ബില്ല, അൽ മുസ്തൻസിർ ബില്ല, ഈ പേരിൽ അറിയപ്പെടുന്ന ഖലീഫമാർ കാലക്രമത്തിൽ അവരുടെ ഭരണകുയാകം വികസിപ്പിച്ച് ആഫ്രിക്ക മുഴുവനും അവരുടെ അധികാരത്തിൽ വന്നു. പിന്നീട് ഈജിപ്ത് അവർ പിടിച്ചെടുത്തു, സിറിയ അവരുടെ അധികാരത്തിന്റെ കീഴിലായി. അവസാനം മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന ഹിജാസ് വരെ ഫാത്തിമി ഭരണത്തിന്റെ കീഴിൽ വന്നു. ഒരു ഘട്ടത്തിൽ അത്രയും ദുർബലമായിരുന്നു അബ്ബാസി ഖിലാഫത്ത് എന്ന് ചുരുക്കം. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്ന് അവർക്ക് തന്നെ അറിയില്ല. ഇവരുടെ ഭരണകാലത്താണ് ഇവര് ഇതിൽപ്പെട്ട ഒരു ഖലീഫ, അയാൾ ഒരു മാനസിക രോഗിയാണ് കാഴ്ചക്ക്, പക്ഷെ ഉള്ളിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ലക്ഷ്യം. വലിയ പള്ളി നിർമ്മിക്കും ഈജിപ്തിൽ. വലിയ പള്ളി നിർമ്മിച്ചിട്ട് അതിൽ വലിയ പ്രശസ്തരായ മുദരിസന്മാരെ ശമ്പളം കൊടുത്ത് ദർസ് സ്ഥാപിക്കും. അങ്ങനെ പള്ളിയും ദർസും മുതഅല്ലിമീങ്ങളും ഉസ്താദന്മാരുമായി പള്ളി നിമിഡമായി നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പട്ടാളത്തെ അയച്ചുകൊണ്ട് പള്ളി ഉള്ളിൽ നിന്നിട്ട് പൂട്ടും. ആള് നിറയെ അകത്ത്. പള്ളിയിലെ ഇമാമുണ്ട്, മുദരിസുണ്ട്, നൂറുകണക്കിന് മുതഅല്ലിമുകളുണ്ട്. ഒന്നിച്ച് എണ്ണ ഒഴിച്ച് തീയിടുക പള്ളി, എന്നിട്ട് പള്ളിയാകെ പൊളിച്ച് നശിപ്പിക്കുക. ഇങ്ങനെ എത്രയോ ആളുകളെ അതിന് എതിർത്തൂടെ. ആരാ എതിർക്കണത്? ഭരിക്കുന്നവരായി ചെയ്യുന്നത്. ജനങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ അവരുടെ കാലത്ത് ഈ പിരാന്തിന്റെ ഭാഗത്ത് നിർമ്മിച്ചതാണ് അസ്ഹർ ഷരീഫ്. ഫാത്തിമത്തു സഹ്റാന്റെ പേര് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ആ കോളേജിന് അസ്ഹർ ഷരീഫ് എന്ന് പേരിട്ടത്. ഫാത്തിമ ബീവിന്റെ സ്വന്തം ആൾക്കാരാണെന്ന് വരുത്താൻ വേണ്ടിയിട്ട്. അതാണ് ഫാത്തിമികൾ എന്നവർ പറയുന്നത്. ഹിജാസ് ഉൾപ്പെടെ അവരുടെ അധികാര പരിധിയിൽ വരികയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വലിയ വെല്ലുവിളികൾ നേരിടുകയും ചെയ്തിട്ട് ഒക്കെ നീണ്ട കാലത്തെ ചരിത്രങ്ങളാണ്. അവസാനം ചുരുക്കി പറയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെ ഈ ഫാത്തിമി ഭീകരവാദികളുടെ ഭരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് പുനഃസ്ഥാപിച്ച് നിലനിർത്തിയത് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി. പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയും ബൈത്തുൽ മുഖദ്ദസും മോചിപ്പിച്ച അതേ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു തആല അൻഹുവിന്റെ ശ്രമം കൊണ്ടാണ് ഈജിപ്തിലും സിറിയയിലും ഉൾപ്പെടെ നടത്തിയിരുന്ന, അവസാനം ഹിജാസ് വരെ കടന്നു ചെന്ന
ഫാത്തിമി ഭരണകൂടം തകർത്തെറിഞ്ഞ് മഹാനവർകളുടെ പരിഷ്കരണത്തിലാണ് അസ്ഹർ ഷരീഫ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കയ്യിൽ വരുന്നത്. ഇതിന്റെ അസ്ഹർ സ്ഥാപകര് ഈ ഫാത്തിമി അക്രമികളാണ്. ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി ഇവരുടെ എല്ലാ ആസാറുകളും തകർത്ത് തരിപ്പണമാക്കി തൽസ്ഥാനത്ത് സുന്നത്ത് ജമാഅത്ത് സ്ഥാപിച്ചപ്പോൾ അവർ സ്ഥാപിച്ച സ്ഥാപനം അങ്ങനെ നിലനിർത്തിക്കൊണ്ട് അത് സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രമായി മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു തആല. ഞാൻ ചുരുക്കി ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അടുത്തത് ഹശാശിയങ്ങൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു കൂട്ടർ. ഹശാശിയങ്ങൾ അവരുടെ പ്രധാന നേതാവ് ഹസൻ ഇബ്നു സലാഹ്. ഇയാള് ശരിക്കും പേർഷ്യനാണ്, പേർഷ്യൻ വംശജനാണ്. തന്നെയല്ല പഴയ മജൂസി മതത്തിന്റെ അവശിഷ്ടം പേറുന്ന വ്യക്തിയുമാണ്. ഇവർക്ക് ഇങ്ങനെ ഒരു പേര് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവരുടെ ഐഡന്റിറ്റി ആയിരുന്നു കഞ്ചാവ് വലിക്കുക. സിഗരറ്റ് ഉണ്ടാക്കിയിട്ട് കഞ്ചാവ് നിറച്ച സിഗരറ്റ് വലിക്കുക. അതൊരു വ്യാപകമായി അവരുടെ ആശയം അതാണെന്നൊന്നും പറയുന്നില്ല. ഓരിത് ചെയ്യുന്നതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൽ വേറൊരു വിഭാഗവും ചെയ്യാത്ത ഒരു പ്രത്യേക ലക്ഷണമായതുകൊണ്ട് ഈ വിഭാഗത്തെ ഹശാശികൾ എന്ന് ഇവര് ദീർഘകാലം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവസാനം അവർ നിർമാർജനം ചെയ്യപ്പെട്ടത് മുഗളരുടെ ഹലോക്കോ ഖാന്റെ നേതൃത്വത്തിൽ വന്ന സൈന്യത്തിലാണ്. അവരുടെ യുദ്ധത്തിൽ ഇവരുടെ നേതാവ് കൊല്ലപ്പെടുകയും നാട് കൊള്ളയെടുക്കപ്പെടുകയും റുക്നുദ്ദീൻ ഖൂർഷ എന്നാണ് അയാളെ പേര്. റുക്നുദ്ദീൻ ഖൂർഷ അയാള് കൊല്ലപ്പെടുകയും ഈ ഹശാശിങ്ങളുടെ ഭരണകൂടം നശിക്കുകയും അവർ ലോകത്തിന് നാനാഭാഗത്തും ചിതറുകയും ചെയ്തതിന് ശേഷം ഒരൊറ്റ നേതൃത്വത്തിന്റെ കീഴിൽ പിന്നീട് അവർ കൂടുതൽ അറിയപ്പെട്ടിട്ടില്ല. ഞാൻ ചുരുക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നാട്ടിൽ കൂടി ഇങ്ങോട്ട് അടുത്ത് വന്ന ഇസ്മായിലി വിഭാഗത്തിൽപ്പെട്ട ബോറകൾ, ബോംബെ ആണോ കേന്ദ്രം, ഇസ്മായിലി വിഭാഗത്തിൽപ്പെട്ട ബോറ. ഈ ബോറയുടെ ഇമാമുകൾ അവർക്ക് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സ്ഥാനത്താണ്. ബോറയുടെ അവരുടെ ഇമാം എന്താണോ പറയുന്നത് ആഗാഖാനാണ് അവർക്ക് പറയാം. ബോറകൾ രണ്ടായി പിരിഞ്ഞാണ്. അതിൽപ്പെട്ട ഒരു ബോറ വിഭാഗത്തിന് ആഗാഖാന്റെ നേതൃത്വത്തിലുള്ള രാജാവ് എന്നുള്ള അർത്ഥത്തിന് ഈ ആഗാഖാന്റെ നേതൃത്വം, ആഗാഖാൻ കുറെ ഉണ്ട്. മറ്റൊന്ന് ബോറ ദാവൂദികൾ. ബോറ ദാവൂദികൾ എപ്പോഴും മറ്റേ യമൻ കേന്ദ്രമാക്കിയിട്ടാണ് അവരുടെ പ്രവർത്തനം. ഇന്നുമുണ്ട്. ശക്തമായൊരു ഇതില്ലെങ്കിലും അവരുടെ രൂപപ്പെട്ട് മാറി വന്നതാണ് ഇന്നുള്ള അവരുടെ എന്താ അതിന് പേര് പറയൽ, ഇപ്പോൾ അമേരിക്കയായിട്ട് ഇങ്ങനെ മുട്ടണ കപ്പലിനൊക്കെ എറിയുന്ന കൂട്ടരില്ലേ, അത് ഈ വിഭാഗത്തിൽപ്പെട്ട ബോറ എന്ന് അവർക്ക് പറയില്ല. അവർക്ക് ദാവൂദി ബോറ എന്ന് പറയും. ബോംബെ കേന്ദ്രമാക്കിയിട്ട് പ്രവർത്തിക്കുന്ന ദാവൂദി ബോറ. പാകിസ്ഥാനിലും ബോംബെയിലും ഒക്കെ അവരുണ്ടെങ്കിലും അവരുടെ കേന്ദ്രം ബോംബെയാണ്. മറ്റൊന്ന് ബോറ സുലൈമാനിയ. അത് സുലൈമാനുൽ ഹസൻ എന്ന് പറയുന്ന മറ്റൊരു നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു യമനിലാണ്. ഇങ്ങനെ ബോറകൾ തന്നെ രണ്ടായി പിരിഞ്ഞ്. ഇനി പാപികൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു കൂട്ടരുണ്ട്. അത് ഇതിനേക്കാളും അപക്രമകാരികളാണ്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവസാനം ഇസ്മായിലികളിൽപ്പെട്ട ആഗാഖാനിന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു വിഭാഗവുമുണ്ട്. അത് തുടങ്ങുന്നത് ഇറാനിലാണ്. ഹിജ്റ 9-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ഉടലെടുത്തൊരു പ്രസ്ഥാനമാണ്. അവരുടെ പ്രധാനം ഹസൻ അലി ഖാൻ ഷാ. ഹസൻ അലി ഷാ അയാളാണ് ഒന്നാമത്തെ ആഗാഖാൻ. രണ്ടാമത്തെ ആഗാ അലി ഷാ. മൂന്നാമത്തെ ആഗാഖാൻ സുമ്മയരീബിനു മുഹമ്മദ് ഹുസൈനി അൽ ആഗാഖാൻ അല്ലദീ ഖാൻ യഅ്ശു യൂറോപ്പിലാണ് അയാൾ പഠിച്ചതും വളർന്നതും. അയാൾ വലിയ രാജകീയമായ സൗകര്യത്തോടു കൂടി ഇന്നും ഉണ്ട്. ചുരുക്കത്തിൽ ഇങ്ങനെ 5 വിഭാഗങ്ങളായി രൂപപ്പെട്ട ഈ 5 വിഭാഗങ്ങളുടെയും അസ്ല് ഖുർആൻ അതിൻ്റെ കെലിമത്ത് നമ്മൾ ഓതും പോലെ അവരും ഓതും. ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണെന്നും വിശ്വസിക്കും. പക്ഷേ ഖുർആനിൻ്റെ അർത്ഥങ്ങൾ മുഴുവനും
ആദ്യ അവസാനം മാറ്റി. അതിന് ഇവർക്ക് തത്വം ഉണ്ടോ ഇനി പറയാൻ സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവർ ഈ പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് 5 പദ്ധതികൾ ആവിഷ്കരിച്ച് പോരാ. ഒന്നാമത്തെ പദ്ധതി മർഹലത്തു തഫറുസ് എന്ന ഒരാളെ ഇവരെ ദായിയാക്കി, ഇവരെ പ്രചാരകനാക്കി. ഇപ്പത്തെ നമ്മളവിടുത്തെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ ഷെയ്ഖാക്കി അവരോധിക്കാൻ വേണ്ടി ഇവരുടെ ഇമാമ് തെരഞ്ഞെടുക്കുമ്പോൾ ഇയാൾ ബുദ്ധിപരമായി എത്രത്തോളം കഴിവുണ്ടെന്ന് പരിശോധിക്കും. ഇവർ പറയുന്ന ലോകത്ത് തുല്യതയില്ലാത്ത അത്യപൂർവങ്ങളിൽ അപൂർവമായ ഈ ബാത്തിനിയായ മാന പറഞ്ഞു കൊടുത്താൽ അത് ഉൾക്കൊള്ളാൻ മാത്രം ബുദ്ധിശക്തിയുണ്ടോ എന്ന് പരീക്ഷിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷമേ അവർ സെലക്ട് ചെയ്യുള്ളൂ ദായിയായിട്ട്. ഇങ്ങനെ സെലക്ട് ചെയ്താൽ രണ്ടാമത്തേത് തെനീസ് എന്ന തെനീസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ മുന്നിൽ നല്ല നിസ്കാരം, നോമ്പ്, ദിക്ർ, ഖുർആനോത്ത്, ദിക്ർ ഹൽക്ക, ദാനധർമ്മങ്ങള്, ഇങ്ങനെ പുണ്യകർമ്മങ്ങളിൽ മുഴുകി പുണ്യവാളനായിട്ട് അഭിനയിക്കുക ഈ തെരഞ്ഞെടുത്ത വ്യക്തിയുടെ മുന്നിൽ ഷെയ്ഖ്. അപ്പോൾ ഇവർ വലിയ ഷെയ്ഖന്മാരാണ്, ഔലിയാക്കന്മാരാണ്, മഹാത്മാക്കളാണ് എന്ന് ഇവർ ധരിക്കും. ശരിക്കും ഇവരെ പറ്റിക്കുകയാണ്. അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ മൂന്നാമത് ഇവർ കൊണ്ടുപോകുന്നത് ഇവരെ ചില സംശയത്തിന് തസ്തീക്ക് ചെയ്യുക. നമ്മളെ ഇവിടുത്തെ കള്ളത്തരീക്കത്തുകാർ ചെയ്യുന്ന അതേ പണി തന്നെ. എല്ലാവർക്കും ഈ തരീക്കത്ത് പറഞ്ഞു കൊടുക്കൂല. ഓല് പറഞ്ഞു കൊടുത്താൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ബുദ്ധിശാലികളെ തിരഞ്ഞെടുത്ത് അവരുടെ മുന്നിൽ ഷെയ്ഖായി അഭിനയിച്ച് വലിയ ആബിദായി മുത്തഖിയായി കാണിച്ച് ഇവൻ ശരിയായ ഷെയ്ഖാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ഇവരെ സംശയത്തിലാക്കുക. ഷെയ്ഖ് എന്താ അല്ലണ്ടേ ഖലഖ സബഅ സമാവാതി, 7 ആകാശം പഠിച്ചു. എന്തുകൊണ്ട് 7? എന്തുകൊണ്ട് 5 ആയില്ല? എന്തുകൊണ്ട് 8 ആയില്ല? എന്താ 7 ആകാൻ കാരണം? ഓമിനല്ലാറുള്ളി മിസ്ലോഹിന്ന 7 ഭൂമി പഠിച്ചു. എന്തുകൊണ്ട് 7? എന്തേ 8 ആയിക്കൂടെ? എന്തേ 7 ആയിക്കോളുന്നുണ്ടോ? എന്താ 6 ആയിക്കൂടെ? എന്താ ഈ 6 ആയതിൻ്റെ അല്ലാതെ 7 ആയതിൻ്റെ രഹസ്യം? അതുപോലെ തന്നെ നരകം കാക്കുന്ന മലക്കുകളെ പറ്റി പറയുന്നത് 19. എന്താ ഈ 19? എന്താ 18 ആളായ പോരെ? ഇല്ലെങ്കിൽ എന്താ 20 ആക്കിക്കൂടെ? എന്താ ഈ 18ന്റെ രഹസ്യം? ഇങ്ങനെ കുറേ സംശയങ്ങൾ. എന്തുകൊണ്ട് ളുഹ്ർ 4 റക്അത്ത്? എന്തേ സുബി 2 ആയത്? നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഫർള് ഏതാണ്? നിയ്യത്ത്. രണ്ടാമത്തെ ഫർള് ഏതാ? ഖിയാം. മൂന്നാമത്തെ ഫർള് ഏതാണ്? തക്ബീറത്തുൽ ഇഹ്റാം. ശരിയാണോ അത്? ശരിയാണോ? ആദ്യം നിയ്യത്ത് ചെയ്തിട്ടാ നിൽക്കല്? അതോ നിന്നിട്ടോ നിയ്യത്ത് ചെയ്യല്? നിന്നിട്ടോ നിയ്യത്ത് ചെയ്യല്? നിയ്യത്ത് ചെയ്തിട്ടോ നിൽക്കല്? ഒന്നാമത്തെ ഫർള് നിയ്യത്താണ്. എന്നാ ആദ്യം നിയ്യത്തല്ലേ ചെയ്യണ്ടേ? നിങ്ങൾ ഉസ്താദിനോട് പോയി ചോദിച്ചു നോക്കി, കിട്ടൂല. അതൊക്കെ നമ്മളെ ശൈഖിനോട് ചോദിക്കുക, ഓൽക്ക കിട്ടുക. ഇങ്ങനെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാക്കിയെടുത്ത്. കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ആർക്കാ കഴിയാത്ത? കുറേ കൺഫ്യൂഷൻ മുസ്ലിമിൻ്റെ നിത്യജീവിതത്തിൽ കേട്ടതും പഠിച്ചതും അനുഭവിക്കുന്നതും ആചരിക്കുന്നതുമായ വിഷയത്തിൽ കുറേ സംശയങ്ങൾ ഉണ്ടാക്കിയിടുക. എന്നിട്ട് പറയും നിങ്ങൾ പോയി ചോദിച്ചു നോക്കി ഉസ്താദിനോട്. ഇവിടെ കള്ളശൈഖന്മാരാടാ പറയാ, നിങ്ങൾ പോയി ചോദിച്ചു നോക്കി നിങ്ങൾ ഉസ്താദന്മാരോട്, ഓൽക്ക് കിട്ടൂല. ഇത് മുഴുവനും ഇതിൻ്റെ യഥാർത്ഥം അറിയുന്ന ആള് ഇസ്മായിൽ എന്ന ഇമാമു മുഖേന ഇൽമ് കിട്ടിയ ഷെയ്ഖന്മാർക്ക് മാത്രമേ അറിയൂ. ഞങ്ങൾ പറഞ്ഞു തരുമോ? ഞങ്ങൾ പറഞ്ഞു തരണമെങ്കിൽ ആദ്യം ഞങ്ങളെ തരീഖത്തിൽ ബൈഅത്ത് ചെയ്യണം. ഇവിടെയൊക്കെ കളിക്കുന്ന കളി തന്നെയാണ്. ഈ ഇസ്മായിലികൾ കളിച്ച കളി തന്നെ ഇവിടുത്തെ കള്ളത്തരീഖത്തുകാർ കളിക്കുന്നത്. ഈ സംശയത്തിനൊക്കെ മറുപടി ഷെയ്ഖിനറിയും. പക്ഷേ
ആ ഷെയ്ഖ് കിതാബോധി പഠിച്ചതല്ല, കിതാബോധിയ പഠിയുന്ന ഇൽമല്ലത്. ഇത് ഷെയ്ഖ് അയാളെ ഷെയ്ഖിൽ നിന്നിട്ട് അയാളെ ഷെയ്ഖിൽ നിന്നിട്ട് അയാളെ ഷെയ്ഖിൽ നിന്നിട്ട് അങ്ങനെ ഇവർ പറഞ്ഞ ആദ്യത്തെ ഷെയ്ഖാവുന്ന ഈ ഇസ്മായിലിൽ നിന്നിട്ട് കിട്ടണം. ആ കിട്ടുന്ന ഇൽമല്ലാതെ ഇതിന് മറ്റൊരു പരിഹാരമില്ല. അതിങ്ങനെ പറഞ്ഞുതരാൻ പറ്റൂല. അത് നമ്മളെ ആളുകളാണെങ്കിലേ പറഞ്ഞുതരൂ. അപ്പോ ആകെ കൺഫ്യൂഷനായില്ലേ? എന്തിനാ 4 റക്അത്ത് ദൂരസ്കരിക്കണ്? എന്തുകൊണ്ടാ മഗ്‌രിബ് 3 എന്തുകൊണ്ട് സുബൈ 2 എന്തുകൊണ്ട് ആകാശം 7 എന്തുകൊണ്ട് നരകം കാക്കുന്ന മലായികത്ത് 19 ഇങ്ങനെ മുഴുവൻ കാര്യത്തിലും സംശയമായി. ഇപ്പൊ ഇയാൾക്ക് ഈ സംശയം തീർക്കാതെക്കാൻ കഴിയൂല. ബുദ്ധിയുള്ളൊരു മനുഷ്യനല്ലേ, അവന് മനസ്സാകെ ബേജാറായി. 4ാമത്തെ മർഹല പിന്നെ പറയാ എന്താണ്? ഇതൊക്കെ പറഞ്ഞു തരണമെങ്കിൽ ഇമാമിന്റെ അനുമതിയോട് കൂടി വരുന്ന ആളുകൾക്കേ പറ്റുള്ളൂ. മർഹലത്തു തരീഖ് എന്നാ പറയാം. ഈ സംശയമൊക്കെ തീർക്കാൻ ഷെയ്ഖിന് മാത്രമേ കഴിയുള്ളൂ. ആ ഷെയ്ഖ് അത് തീർത്തു കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഷെയ്ഖ് പറയുന്നത് അനുസരിക്കണം. ഷെയ്ഖ് പറയുന്നത് അനുസരിക്കണം എന്ന് പറഞ്ഞാലോ, ലോകത്ത് കഴുത്ത് നേരെ ഒരാൾ കണ്ട് മുറിക്കുകയാണെങ്കിലും ആ സത്യം തുറന്നു പറയാൻ പാടില്ല. ഭൂമിയിലുള്ള മുഴുവനും സ്വത്തും തരാ എന്ന് പറഞ്ഞാൽ ഇത് തുറന്നു പറയാൻ പാടില്ല. നമ്മളാളല്ലാതെ ഒരാൾ ഇതറിയാൻ പാടില്ല. കഴുത്ത് മുറിക്കും എന്ന് ഉറപ്പുള്ള സമയത്തും പറയാൻ പാടില്ല. ദുനിയാവ് മുഴുവനും കിട്ടും എന്ന് പറഞ്ഞാലും. അതുകൊണ്ട് പ്രലോഭനങ്ങളെ കൊണ്ടോ ഇത് പുറത്ത് പറയില്ല. അഥവാ ഈ രഹസ്യം ഞാൻ പുറത്തു പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോയി ഞാൻ മുർത്തദ്ദായിരിക്കുന്നു എന്ന് സത്യം ചെയ്യണം. എൻ്റെ ഭാര്യയുടെ തലാഖ് പോയിരിക്കുന്നു എന്ന് സത്യം ചെയ്യണം. എൻ്റെ സ്വത്ത് മുഴുവനും ഞാൻ ദാനം ചെയ്തിരിക്കുന്നു എന്ന് സത്യം ചെയ്യണം. നാളെ ആഖിറത്തിൽ ഞാൻ നരകത്തിൽ പോകൽ എനിക്ക് ഇഷ്ടമാണ് എന്ന് നീ സത്യം ചെയ്യണം. ഈ സത്യമൊക്കെ പാടെ ചെയ്യിച്ചിട്ടാണ് ഇത് പറഞ്ഞു കൊടുക്കുക. ഇനി അതിനെ എതിർക്കാനും പറ്റൂല, വേറൊരാളോട് പുറത്ത് പറയാനും പറ്റൂല. ഇവിടെയാണ് എത്തിക്കഴിഞ്ഞാൽ ഇവന്റെ പാവയായി കഴിഞ്ഞു. ഈ പാവയായോടത്ത് പിന്നെന്താ പറയാ? അവസാനത്തത് മർഹലത്തുൽ ഖൽഅ വസ്സൽഹ്. പിന്നവന് ദീനില്ല. അവൻ പൂർണ്ണമായും ഇസ്ലാമിന്റെ അഖീദയിൽ നിന്ന് പുറത്തുപോയി, 5 ഇസ്ലാം കാര്യങ്ങളിൽ നിന്നിട്ട് പുറത്തുപോയി, മറിച്ച് തികച്ചും കുഫ്രിയത്തിൽ കടന്ന ഒരു സാഹചര്യം ഇവന് വരും. ഇങ്ങനെ ഇസ്ലാമിൽ നിന്നിട്ട് പുറത്തു കൊണ്ടുവന്ന് ശുദ്ധമായ കുഫർ, ഷിർക്ക്. ഇവർ നിസ്കരിക്കുന്നത് ഇവരുടെ ഇമാമിൻ അറബട്ട് കിടക്കുന്ന ഖബറിടത്തിലേക്കാണ്. എന്നാ പിന്നെ ഒരു ഹജ്ജിന് പോണില്ല ചോദിച്ച്, ഹജ്ജിന് പോകുന്നുണ്ട്. ഹജ്ജിന് പോകുന്നത് കഅബത്തിന്റെ അടുത്തേക്കല്ല. കഅബത്തിന് യാതൊരു ബഹുമാനവും അവർ കൊടുക്കുന്നില്ല. നമ്മളെ അവിടെ ഉണ്ടല്ലോ, കീശേരിയൊക്കെ ഉണ്ടല്ലോ കുറെ കുരൂരുക്കാര്. അവര് പറയില്ല എങ്ങനെയാ? ഗുരുവായൂർ അമ്പലം കല്ലുകൊണ്ടെടുത്ത്, മക്കത്തിൽ കഅബ കല്ലുകൊണ്ടെടുത്ത്, 2 കല്ലുകൊണ്ടെടുത്ത് 2 ബിംബങ്ങൾ എന്നല്ലാതെ എന്തായാലും കാര്യം? ഗുരുവായൂർ അമ്പലത്തേക്ക് പോകുന്ന ഹിന്ദുവും മക്കത്തെ കഅബത്തേക്ക് പോകുന്ന മാപ്പിളയും രണ്ടും ഒരുപോലെയാണ്. അള്ളാഹുവിന് പകരം ബിംബത്തിന് ആരാധിക്കുന്നവരാണ്. എന്നാ പിന്നെ എന്തിനാ ഇവര് ഹജ്ജിന് പോണത്? ഇവരുടെ ഹജ്ജിന് പോണത് ഇവരുടെ ഇമാമ് മറിഞ്ഞടക്കുക. ആരാന്നറിയില്ല. ഈ മറിഞ്ഞു കിടക്കുന്ന ഇമാം അവിടെ ഉണ്ടാവൂത്രേ, അതിനാ പോണത്. അല്ലാതെ കഅബത്തിങ്കൽ ചെന്ന് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടോ അത് മുഖേന സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടല്ല. മറിച്ച് കഅബത്തിന്റെ അവിടെ ആര് വരും? ഇവരെ ഇമാമ് വരും. ആ ഇമാമ് വരുന്നത് കൊണ്ട് ആ മജ്ലിസിൽ കൂടിയ ഇമാമുമായിട്ട് ഒരുമിച്ച് കൂടിയ പുണ്യം കിട്ടും. അപ്പൊ സ്വർഗത്തിൽ കിടക്കുക. അപ്പോ കഅബത്തിൽ പോയി നിസ്കരിക്കുന്നതാണെങ്കിലോ, നിസ്കരിക്കൽ ഒരു കൊല്ലത്തിൽ ആകെ മുഹറം 1 മുതൽ 10 വരെ മാത്രം നിസ്കരിച്ചാൽ മതി. പിന്നീട് കൊല്ലത്തിൽ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ആ നിസ്കരിക്കുന്നത് ഇവരുടെ പ്രത്യേക ഖാനകളിൽ വെച്ച് നിസ്കരിക്കാൻ പാടുള്ളൂ.
ഇതിനു വേണ്ടിയിട്ട് അവർക്ക് ഇബാദത്ത് ഖാന എന്ന പേരിൽ പ്രത്യേകം ഖാനകളുണ്ട്. അതിൽ നിന്ന് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ. ആ നിസ്കാരം കഅബ ഷരീഫിലേക്ക് തിരിഞ്ഞുകൊണ്ടല്ല, ഇവരുടെ ഈ ഖാന ഏത് പ്രദേശത്താണോ ഉള്ളതെങ്കിൽ ആ ഉള്ള പ്രദേശത്തുള്ള ഖാനിൽ നിന്നിട്ട് ഇയാളുടെ ഇമാമ് മറവട്ട് കിടക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് മുഹറം 1-ന്റെയും 10-ന്റെയും ഇടയിലുള്ള ദിവസം 10 ദിവസം കൂടി വേണ്ട. 1-ന്റെ അന്ന് പോയോൻ അത് മതി, 2-ന്റെ അന്ന് പോയോൻ അത് മതി, 10-ന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ പോയാൽ മതി. 10 വരെ ഒരു ദിവസവും പോയില്ല എങ്കിൽ അവരെ മതത്തിൽ നിന്ന് പുറത്തായതായി കണക്കാക്കും. ഇങ്ങനെ ചുരുക്കത്തിൽ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് തനി ശുദ്ധ കുഫ്രിയത്തിലേക്ക് ജനങ്ങളെ ഇവർ ചെയ്തു കൂട്ടിയ അക്രമങ്ങൾ ഒന്നേ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കഅബ ഷരീഫിൻ്റെ അവിടെ ആയിരക്കണക്കിന് ആളുകൾ ഹാജിമാരെ ഇഹ്റാമിൽ ഇഫാളത്തിൻ്റെ തവാഫിന് വന്നവരെ വെട്ടിക്കൊന്ന് കഅബ ഷരീഫിൻ്റെ ഹജറുൽ അസ്വദ് കുത്തിപ്പൊളിച്ചെടുത്ത് കൊണ്ടുപോയി 30 കൊല്ലത്തോളം അവരെ നാട്ടിൽ വെച്ച് പോയി. ഇനി ഇമാമികളും അതൊക്കെ തന്നെ പറയണത് ഇങ്ങനെ ചെയ്യൂലെന്നർത്ഥം. അവര് പറയുന്ന ഇമാമ് മഹ്ദി വന്നാൽ ഇസ്നേശ്വരിക്കാർ, ഇപ്പോൾ ഇറാൻകാരില്ലേ, ഓൽ ഉൾക്കൊള്ളുന്ന ഇസ്നേശ്വരിക്കാരും പറയുന്നത് അവർ പറയുന്ന മഹ്ദി ഇമാമ് വന്നാൽ അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ ഖത്താബിനെയും ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ, എന്തടിക്കും, തീയിട്ട് കത്തിക്കും എന്നൊക്കെ പറഞ്ഞു. കഅബ ഷരീഫിങ്ങൾ ചെന്നാൽ കഅബ പൊളിച്ച് മസ്ജിദുൽ ഹറാം തകർത്ത് കഅബയുടെ തറ മാത്രം നിർത്തും. തറ പണ്ടുണ്ടല്ലോ, ഇബ്രാഹിം ഖവായിദ മിനൽ ബൈത്തിന്ന് തറ നേരത്തെ ഉണ്ടായിന്. ആ തറമ്മിൽ ഇബ്രാഹിം നബി ഇസ്ലാം കിട്ടിയ ആ തറ മാത്രം അവിടെ നിർത്തും. എന്നിട്ട് ഈ ഹജറുൽ അസ്വദ് കഅബ ഷരീഫ് ഏതായാലും പൊളിച്ചോളൂ, ഈ ഹജറുൽ അസ്വദ് കൊണ്ടുപോയിട്ട് ഇവരുടെ ഇറാഖിലെ നജ്ഫ് ഷരീഫിലെ ആരാധനാലയത്തിൽ സ്ഥാപിക്കും. അതാണ് അവസാനത്തെ പള്ളി എന്നാണ് ഓരോ വിശ്വാസം. ഇപ്പം ഇവിടെ നിൽക്കുന്നത് ഇതിൻ്റെ അർഹത കൊണ്ടല്ല, അത് മഹ്ദി ഇമാമ് വരുമ്പോൾ ഇതൊക്കെ പൊളിച്ച് കളഞ്ഞ് തറ മാത്രം അവിടെ വെച്ചിട്ട് ഈ ഹജറുൽ അസ്വദ് കൊണ്ടുപോയിട്ട് ഇവരെ നജ്ഫ് ഷരീഫിലെ ആരാധനാ കേന്ദ്രത്തിൽ സ്ഥാപിക്കും. ഇങ്ങനെ അവർക്ക് തന്നെ വിശ്വാസമുണ്ട്. പക്ഷെ ഇവരതിനൊന്നും കാത്തിക്കുന്നില്ല. അല്ലാതെ തന്നെ ഹജറുൽ അസ്വദ് കുത്തിപ്പൊളിച്ച് കൊണ്ടുപോയി 30 കൊല്ലം കൊണ്ടുവരുന്നു. അവസാനം നാട്ടിൽ സഹിക്കവയ്യാത്ത പകർച്ചവ്യാധിയും രോഗവും വന്നിട്ട് നിവൃത്തിയില്ലാതെ അവരാ നാട്ടിൽ നിന്ന് ഒഴിവാക്കിയതാണ്. പിന്നെയാണ് മുസ്ലിം ഖിലാഫത്തിന് അത് വീണ്ടെടുക്കാനും കഅബ ഷരീഫിൽ കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കാനും ചെയ്തത്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, നീണ്ടു പറയാൻ സമയമില്ല. ചുരുക്കി ഇനി ഗുലാത്തിനെ പറ്റിയാണ് കുറേ പറയാണ്ട്. ബാത്തിനിയാക്കളെ പറ്റി പറയുകയാണെങ്കിൽ 1 മാസം തുടർച്ചയായിട്ട് അതന്നെ പറയാണ്ട്, അതിന് സമയമില്ലല്ലോ. ഇനി ഗുലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഇമാമിയങ്ങളിലുള്ള വിശ്വാസം അതിക്രമിച്ച് അള്ളാഹുവാണെന്നോ അള്ളാഹുവിൻ്റെ അവതാരമാണെന്നോ അതല്ലെങ്കിൽ നബിയാണെന്നോ അള്ളാഹു തആല വഹ്യ് കൊടുത്ത ആളാണെന്നോ ഉൾപ്പെടെയുള്ള ഇസ്ലാമിന് വിരുദ്ധമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന ഷിയ വിഭാഗം. അതിനെ പറ്റിയിട്ട് ചെറിയൊരു പഠനം കൂടി നടത്തി നമുക്ക് നീട്ടിക്കൊണ്ടുപോകാതെ അവസാനിപ്പിക്കണം. അള്ളാഹു തആല എല്ലാവിധ ബാത്തിലിൻ്റെ അഹ്ലിൽ നിന്നിട്ടും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെയും അതിൻ്റെ അഹ്ലുകാരെയും സലാമത്താക്കുമാറാകട്ടെ. യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിച്ച് മരിച്ച് സലഫു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി റബ്ബിൻ്റെ ലിഖാ കാണാൻ നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.